ഫ്രാൻസിലെ അവിഞ്ഞോണിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. 1433 നവംബർ 29 തുടർച്ചയായുള്ള ശക്തമായ മഴയിൽ അവിഞ്ഞോൺ പട്ടണം വെള്ളത്തിനടിയിലായി. ഗ്രേ പെനിറ്റ്സ് കപ്പേളയിലും വെള്ളം കയറി. വിശുദ്ധ കുരിശിൻ്റെ കപ്പേളയിൽ നിത്യാരാധനയ്ക്കായി പരസ്യമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദിവ്യകാരുണ്യം വെള്ളത്തിൽ ഒഴുകിപ്പോകുമോ എന്ന് ഭയപ്പെട്ട് അതെടുക്കാനായി ഗ്രേ പെനിറ്റ്സ് സമൂഹത്തിൻ്റെ ആശ്രമത്തലവനും മറ്റൊരു സന്യാസിയും കൂടി വഞ്ചി തുഴഞ്ഞ് ആരാധനാ കപ്പേളയിലെത്തി. അപ്പോൾ കപ്പേളയ്ക്കുള്ളിലെ ജലനിരപ്പ് 4 അടി ആയിരുന്നെങ്കിലും പ്രവേശന കവാടം മുതൽ അൾത്താര വരെയുള്ള പ്രധാന വീതി അല്പം പോലും നനവ് ഏൽക്കാതെ പൂർണ്ണമായും ഉണങ്ങിയ അവസ്ഥയിൽ കാണപ്പെട്ടു. കപ്പേളയിൽ കയറിയ ജലം 2ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പ്രധാന കവാടം മുതൽ അൾത്താര വരെയുള്ള മധ്യഭാഗം ഉണങ്ങിയും ദിവ്യകാരുണ്യം അല്പം പോലും നനവ് ഏൽക്കാത്ത വിധത്തിലും കാണപ്പെട്ടു. വളരെയധികം പഠനങ്ങൾക്ക് ശേഷം സ്ഥലത്തെ ബിഷപ്പ് നവംബർ 30 അവിഞ്ഞോണിലെ അത്ഭുതത്തിൻ്റെ സ്മരണ ആഘോഷപൂർവ്വം കൊണ്ടാടാൻ തീരുമാനിച്ചു. ചെങ്കടൽ കടന്നതിനു ശേഷം പഴയ നിയമ ജനത ആലപിച്ച മോശയുടെ കീർത്തനം ഇന്നും ആശ്രമവാസികൾ ആ ദിവസം ആലപിക്കാറുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മൂർധന്യത്തിൽ വിശുദ്ധ കുരിശിൻ്റെ കപ്പേള നശിപ്പിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് കപ്പേള വീണ്ടും പണിതുയർത്തി. ഇന്നും അത് നിലനിൽക്കുന്നു.